ഉണ്ട് നമ്മൾക്ക് ആരോഗ്യമില്ലാത്ത റിട്ടയർമെന്റ് ലൈഫ്. ഇപ്പൊ ഈ റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുമ്പോൾ മിക്കവർക്കും അറിയില്ല എന്താണ് റിട്ടയർമെന്റ് ലൈഫ്. അതായത് ലിറ്റിക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു 40 ഏജിലേക്ക് എത്തുന്നു. ഇപ്പോൾ എന്താണോ നമ്മൾ ആസ്വദിക്കുന്നത് ഇത് തന്നെയാവണം 80ാമത്തെ വയസ്സിൽ. ഇതേ ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യണം. ദാറ്റ് ഈസ് റിട്ടയർമെന്റ് ലൈഫ്. അല്ലാണ്ട് കഞ്ഞൂടി ജീവിക്കാന്നുള്ളതല്ല, അല്ലെ? അല്ലെങ്കിൽ മക്കൾ മരുന്ന് മേടിച്ച് തരാന്നുള്ളതല്ല. ഇതേ ലൈഫ് സ്റ്റൈലില് എല്ലാ എക്സ്പെൻസുകളും നമുക്ക് ആ സ്ഥലത്ത് നമുക്ക് സെറ്റാക്കാൻ പറ്റുന്ന ഒരു സമയം. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മറ്റൊരു പർപ്പസ് റിട്ടയർമെന്റ് ലൈഫ് നമുക്ക് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ മിക്കവരും ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നത് കഴിഞ്ഞാൽ മക്കൾ നോക്കിക്കോളുന്നതാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിലല്ല, ഏത് സാഹചര്യത്തിലായാലും മക്കൾ കല്യാണം കഴിഞ്ഞു പോയാൽ പിന്നെ മക്കളുടെ പ്രയോറിറ്റി അവരുടെ ഫാമിലിയാണ്. ആ സമയത്ത് ഞാൻ നിന്നെ 9 മാസം പ്രസവിച്ചതല്ലേ, ഇതിനൊന്നും ഒരു സ്ഥാനമില്ല. കാരണം എന്താ, അവർക്കും ഫാമിലിയായി, മക്കളായി, അവർക്കും പ്രാരാബ്ദങ്ങളായി. അപ്പൊ എന്ത് ചെയ്യണം, നമുക്കുള്ളത് നമ്മൾ ആദ്യം മാറ്റിയിട്ടേക്കണം. ഇപ്പൊ നിങ്ങൾ ചെയ്തത് ഏറ്റവും നല്ലൊരു ഡിസിഷനാണ്. നിങ്ങൾക്കുള്ളത് ആദ്യമേ മാറ്റിവെച്ചു. കാരണം എന്താ, നിങ്ങൾക്ക് ഹസ്ബൻഡിനും വൈഫിനും നാളെ മക്കൾക്കുള്ളതും കൂടെ എന്ത് ചെയ്തു, ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഇന്നും നല്ലൊരു ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. മരണം വരെ ഒരാളുടെ കൈ നീട്ടാണ്ടും നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും.